എറണാകുളം പാരിയത്തുകാവിൽ ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെക്കാൻ ആഭ്യന്തരമന്ത്രി പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. പെട്രോൾ ഒഴിച്ച ആത്മഹത്യാ ഭീഷണി, ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. കേരയിൽ വിജ്ഞാപനം റദ്ദാക്കി സംസ്ഥാന സർക്കാർ. മഞ്ഞക്കുറ്റികൾ നീക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷൻ, മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കേസുകൾ പിൻവലിക്കാൻ ശുപാർശ നൽകും. ആഹ്ലാദത്തിൽ സമരസമിതി. തീർച്ചയായിട്ടും ഇന്നലെ 1 മണിക്കാണ് ഞങ്ങൾ സമരസമിതി സാറിന് നേരിട്ട് കാണുന്നത്. മുഖ്യമന്ത്രിയെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അത് പിൻവലിച്ച് തീരുമാനമാക്കി. പുതിയ ജീവിതം കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം അങ്ങേറ്റം കുഴിയിലേക്ക് പോകുന്ന വെച്ചിരുന്ന ഞങ്ങൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾക്കിത് തീരുമാനമായത്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ സർക്കാർ. ഓഗസ്റ്റ് 31 അവസാനിക്കുന്ന ലിസ്റ്റിന്റെ കാലാവധി 3 മാസം കൂടി നീട്ടി. കിഫ്ബി തുടരണമോ എന്ന് പരിശോധിക്കും. വിഷൻ 2031 എന്ന പേരിൽ സംസ്ഥാനത്ത് 100 ദിന കർമ്മ പദ്ധതി. സത്യപ്രതിജ്ഞാ വിവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. മുഴുവൻ പേര് പറഞ്ഞത് അച്ഛനെ ഓർമ്മിക്കാനായി. അമ്മയുടെ പേരും പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും VD സതീശൻ. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആവുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് 2 പേര്. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞു. എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വന്ദേ മാതരം ആലാപനം ലോക് ഭവന്റെ തീരുമാനമെന്നും വിശദീകരണം. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. റവന്യൂ വകുപ്പ് AP അനിൽകുമാറിന്, വൈദ്യുതി സണ്ണി ജോസഫിന്, ഫിഷറീസ് ലീഗിന് തന്നെ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് റോജി M ജോണിന്, വിഷ്ണുനാഥിന് ടൂറിസവും സാംസ്കാരികവും, ലിജുവിന് എക്സൈസും സഹകരണവും.